ഹലോ ഡിയോസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കല്യാണത്തിന് വെച്ച തുക വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്ന അപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വീട് വയ്ക്കുന്നതിന് വേണ്ടി കൊടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ നല്ല സപ്പോർട്ടായിട്ട് വന്നു. ഒരുപാട് ആളുകൾ അഭിനന്ദനങ്ങൾ അറിയിച്ച് എന്നെ നേരിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു, മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അതിലും നെഗറ്റീവ് പറയുന്നവരുണ്ട് കേട്ടോ, അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ട ആവശ്യമില്ല. നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും, അതിൽ നമ്മൾ നോക്കിയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഇത് നമ്മൾ ആ ഫണ്ട് കൈമാറുന്ന ചടങ്ങായിരുന്നു. DYFയുടെ സംസ്ഥാന സെക്രട്ടറി സനോജ് ചേട്ടനാണ് നമ്മൾ ഫണ്ട് കൈമാറിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്ത് പോയാൽ മാത്രം പോരല്ലോ, ഞാനങ്ങനെ ചെയ്തു എന്ന് ഞാനങ്ങനെ ചെയ്ത് അറിയിക്കണമല്ലോ. അറിയിക്കുക എന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിലല്ല കേട്ടോ, പബ്ലിസിറ്റിയുടെ രീതിയിലല്ല പറഞ്ഞത്. ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ഞാൻ ഓക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ മാത്രമേ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. വേറൊരു തരത്തിൽ നിങ്ങളാരും കാണരുത്. ആർക്കെങ്കിലും ഇതൊരു ഇൻസ്പിറേഷൻ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട്. കാരണം നമ്മളൊക്കെ കരുതുന്നതിനും അപ്പുറത്തെ ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് വയനാട്ടിൽ. എൻ്റെയൊക്കെ സുഹൃത്തുക്കൾ പോയിട്ട് അവരുടെ തെരച്ചിലിനും അതുപോലെ തന്നെ മറ്റ് സന്നദ്ധ പ്രവർത്തനത്തിനൊക്കെ വേണ്ടി പോകുമ്പോഴുള്ള അവസ്ഥകൾ നമ്മളോട് നേരിട്ട് പറയുമ്പോൾ അപ്പോഴേ നമുക്കതിൻ്റെ ഒരു ഭീകരതയെക്കുറിച്ച് കുറച്ചെങ്കിലും നമ്മളിലേക്ക് അത് പാസ് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫണ്ട് എന്തായാലും തീർച്ചയായും അവർക്ക് അവിടെ കിട്ടും. നമ്മൾ വീട് വെച്ച് കൊടുക്കും. ആ സമയത്തും ഈ ചാനലും ഞാനും ഉണ്ടെങ്കിൽ, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ അതിൻ്റെ ഷോർട്സും വീഡിയോസൊക്കെ എന്തായാലും അപ്ലോഡ് ചെയ്യും, നിങ്ങളിലേക്ക് അറിയിക്കുകയും ചെയ്യും. ഇത് നമ്മൾ ഏറ്റുവാങ്ങിയതിന് ശേഷം സനോജേട്ടൻ സംസാരിക്കുന്നതാണ്. എൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന നീല ഷർട്ടില്ലേ, അതാണ് വിശാഖ്, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളും. അതിൻ്റെ പുറകിൽ നിൽക്കുന്ന ചെറിയൊരു കണ്ണട വെച്ചിട്ടുള്ള ആളാണ് എൻ്റെ അച്ഛൻ. എന്നെ തൊട്ടപ്പുറത്ത് മഞ്ഞ സാരി ഉടുത്ത് നിൽക്കുന്നതാണ് വിശാഖിൻ്റെ അമ്മ. വിശാഖിൻ്റെ അച്ഛനും എൻ്റെ അമ്മയ്ക്കും വരാൻ പറ്റിയില്ല. എൻ്റെ അമ്മയ്ക്ക് വീട്ടിൽ പണിക്കാരുണ്ടായിരുന്നു, അവിടെ നിന്ന് മാറി നിൽക്കാം. കാരണം ഒരുപാട് പണിക്കാരുണ്ട്, ഇപ്പോൾ കല്യാണം അടുത്തായല്ലോ. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് വരാൻ പറ്റിയില്ല. പിന്നെ വിശാഖിൻ്റെ അച്ഛൻ അന്ന് ഡ്യൂട്ടിയുള്ള സമയമായിരുന്നു. അപ്പോൾ അച്ഛൻ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് അച്ഛനും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കൂടെയുള്ളത് നമ്മുടെ സുഹൃത്തുക്കൾ, ചോപ്പ് ഷർട്ട് DYFയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ശ്യാമേട്ടനാണ്. തൊട്ടടുത്ത് മുനീറാക്ക, ഇല്യാസാക്ക, അങ്ങനെ നമ്മളറിയുന്ന കുറേ സുഹൃത്തുക്കളും അതുപോലെ തന്നെ വിശാഖിൻ്റെ ബ്രദറും എല്ലാവരും അന്നുണ്ടായിരുന്നു. വളരെ എന്താ പറയുക, മെമ്മറബിൾ ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. കാരണം നമുക്ക് ലൈഫിൽ ഇനിയും ആഘോഷിക്കാം, അതുപോലെ തന്നെ നമുക്ക് ആർമാദിക്കാനുള്ള സമയമൊക്കെ ഇനിയും ലൈഫിലുണ്ടായിരിക്കും. അത് കല്യാണം തന്നെ ചെയ്തോണം എന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു നിമിഷമായതുകൊണ്ട് തന്നെ ഒരിക്കലും ലൈഫിൽ മറക്കാത്തൊരു മൊമെൻ്റാണത്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളിങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ ഞങ്ങളുടെ കൂടെ നിന്ന പാരൻസ് ഒരിക്കലും നമുക്ക് എന്താ പറയാൻ പറ്റില്ല, അവരെ മാറ്റി നിർത്തിക്കൊണ്ടൊരു സന്തോഷം ഇല്ല ഇക്കാര്യത്തിൽ. കാരണം ഞങ്ങൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ ജസ്റ്റ് എന്താ വെച്ചാൽ ഒരുപാട് ആളുകളെ കല്യാണം ക്ഷണിച്ചു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന 2 ആളുകളായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വരുന്ന ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ ആദ്യം ദൂരത്തുള്ള ക്ഷണം തീർക്കാം, അങ്ങനെയാണല്ലോ നമ്മൾ സ്വാഭാവികമായിട്ടും ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാവരെയും ഞാൻ വിളിച്ചു പറഞ്ഞു. കാരണം ഞാൻ വീട്ടിലിരിക്കുകയാണ്, നിങ്ങൾക്കറിയാലോ, വയ്യാത്തത് കൊണ്ട് റെസ്റ്റിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീട്ടിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു പണിയില്ല. അപ്പോൾ മാക്സിമം ക്ഷണിക്കൽ തീർക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ഒരുപാട് ആളുകൾ ക്ഷണിച്ചു. ആ ക്ഷണിച്ചവർ മുഴുവൻ തിരിച്ചു വിളിച്ച് ഇതന്നെ പറയാമെന്ന് പറയുന്നത് പോസിബിൾ അല്ല, ചിലപ്പോൾ ആളുകളെ വിട്ടുപോകും. അപ്പോൾ അങ്ങനെയുള്ളൊരു കണ്ടീഷനിലാണ് ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്നുള്ളൊരു പ്ലാൻ വന്നത്. അങ്ങനെ നമ്മൾ ഷൂട്ട് ചെയ്തു. നമ്മളത് അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് ഓക്കെ ഇത് നമ്മുടെ കയ്യിൽ നിൽക്കാത്തൊരു കണ്ടീഷനിലേക്ക് മാറി, സോഷ്യൽ മീഡിയ അത് ഏറ്റെടുത്തു എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് വന്നത്. ഒരുപാട് ആളുകൾ ഇൻസ്പിറേഷനായി, നമ്മളിതുപോലെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ച ആളുകളുണ്ട്. അതിലും വളരെയധികം സന്തോഷം. നമ്മൾ കാരണം ആർക്കെങ്കിലും ഇതുപോലെ ചെയ്യാൻ തോന്നുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ലല്ലോ. അപ്പോൾ അത്രമാത്രമേ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൊരു മോട്ടീവ് ഉണ്ടായിരുന്നുള്ളൂ. കുറേ ആളുകൾ ഇത് രാഷ്ട്രീയ മുതലെടുപ്പ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ മെസ്സേജ് അയച്ചു. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിന് മുന്നേ എത്രയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇട്ടിട്ട് പബ്ലിസിറ്റിക്ക് വേണ്ടി നമ്മൾ പ്രൊമോഷൻ ചെയ്യണമെന്ന് അതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ചെയ്യുന്നവരാ എന്ന് പറയുന്നവരോട് എനിക്ക് തിരിച്ചൊന്നും പറയാനില്ല. അങ്ങനെ കരുതുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ കരുതിക്കോളൂ. അങ്ങനെ കരുതരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ രണ്ടാമതും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം നിങ്ങളിത് വേറൊരു സെൻസിൽ എടുക്കരുത്. കാരണം ഞാൻ അങ്ങനെ വീഡിയോ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടിട്ട് നമ്മളിത് കൊടുക്കാതിരുന്നാലും നിങ്ങൾ കൊടുത്തോ എന്നൊരു സംശയം വരില്ല. അതുകൊണ്ടാട്ടോ ഇങ്ങനൊരു വീഡിയോ ഇട്ടത്. എന്തായാലും വളരെയധികം സന്തോഷം. ഈവൻ വയനാട്ടിലെ ആളുകൾ പോലും മെസ്സേജ് അയച്ച് താങ്ക് യു ഒരുപാട് സന്തോഷം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ഫീലിങ്സ് എന്താണെന്ന് എനിക്ക് നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റില്ല. അത്രയും സന്തോഷമായിരുന്നു. പിന്നെ ഇത് അവർ യാത്ര പറഞ്ഞ് പോവുകയാണ്. അപ്പം ഞങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. അവർക്ക് നമ്മൾ ഭക്ഷണമൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ്
ഞങ്ങൾ അന്നത്തെ ദിവസം പിരിഞ്ഞത് എന്തായാലും ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഇമോഷണൽ ഡേ ആയിരുന്നു. അപ്പോൾ സെപ്റ്റംബർ 1-ാം തീയതിയാണ് കല്യാണം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം. അങ്ങനെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.